ഹലോ ഗായ്സ്, നമുക്കിന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ? അതിനായി കുറച്ച് പച്ചക്കറി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞെടുക്കാം. ശേഷം ഒരു കുക്കറിലേക്ക് അരക്കപ്പ് സാമ്പാർ പരിപ്പ് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. ശേഷം ഒരു 10-15 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 3 ടീസ്പൂൺ സാമ്പാർ പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം കുക്കർ അടച്ച് വയ്ക്കുക. അത് വേവുമ്പോഴേക്കും ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ 3 വിസിലാണ് അടുപ്പിച്ചത്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. എല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഒരു തവി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി, ദോശ, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പ്ലേറ്റ് ചോറ് കാലിയാവുന്നത് പോലും അറിയത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.